الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد اللهم وفقنا بما قرأناه من القرآن العظيم إلى حضرة نبينا المصطفى محمد صلى الله عليه وسلم إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصالحين إلى حضرات أرواح من ماتوا منا إلى حضرة روح من بيننا وقصدناه في مجلسنا هذا اللهم اغفر لنا وله بيننا وبينه في دار جنات النعيم اللهم اجعلنا وإياه من الجنة ولا تجعلنا ولا إياه من النار اللهم بارك لنا في جميع أمورنا سيما في أمرنا هذا وفي اجتماعنا هذا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. ബഹുമാന്യനായ അധ്യക്ഷൻ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സയ്യിദ് ഉമർ അലി വേദിയിലെ സമന്നതരായ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് KN പ്രിയങ്കരനായ അഡ്വക്കേറ്റ് PP ഹാരി അഡ്വക്കേറ്റ് PP താനൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ട്രഷറർ പ്രിയങ്കരനായ കുഞ്ഞാക്ക പ്രിയങ്കരനായ നമ്മുടെ പ്രിയ സഹോദരൻ ഫൗഫൽ ഇസ്ഹാഖിന്റെ എളാപ്പയായിട്ടുള്ള ഖാദർ സാഹിബ് വേദിയിലെ മുസ്ലിം ലീഗിന്റെ സമന്നതരായ നേതാക്കന്മാർ മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ ഹക്കീം തങ്ങൾ നിയോജക മണ്ഡലത്തിലെ സഹഭാരവാഹികൾ മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മോദിയ മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് പ്രിയങ്കരനായ AM യൂസഫ് ജനറൽ സെക്രട്ടറി അക്ബർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നല്ലവരായ നാട്ടുകാരെ
താനൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി അഞ്ചുടിയിലെ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. 2 വർഷം മുമ്പ് 2019 ഒക്ടോബർ മാസം 24-ാം തീയതി കലാപരായക്കാർ നമ്മുടെ സമാധാന തീരത്ത് കരാളമാണ് നഷ്ടപ്പെട്ടത്. നമ്മുടെ ഇസ്ഹാഖിന്റെ രണ്ടാമത് സ്മരണ പരിപാടിയാണ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലം ഉണ്ടായതുകൊണ്ട് ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഓൺലൈനിലായി നമ്മൾ ഒന്നാം സ്മരണ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇസ്ഹാഖിന്റെ CPM കേരളത്തിൽ കൊലപാതകം നടത്തി വളരെ ആസൂത്രിതമായി വളരെ പ്രീപ്ലാൻഡ് ആയിട്ടുള്ള കൊലപാതകങ്ങളാണ്. ഓരോ കൊലപാതക കേസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. CPM-ന്റെ പാർട്ടിക്കും ഭീഷണിയായിട്ടുള്ള പ്രവർത്തകർ ഉയർന്നു വരുന്നു. ആ പ്രദേശത്തെ ചെയ്യുക എന്നുള്ളത് മാർക്സിസ്റ്റ് കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. അതിനവർ ഗൂഢാലോചന നടത്തും. കൊല്ലാനുള്ള ആളുകളെ സെലക്ട് ചെയ്യും. കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അകാരണമായിട്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകം കാരണവുമില്ല. അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് കാരണമായിട്ട് കെട്ടുകഥ കൊലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിലെ സമീപകാലത്ത് CPM കൊലപ്പെടുത്തിയ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നമ്മൾ പരിശോധിക്കുമ്പോൾ അരിയിൽ അബ്ദുൽ ഷുഹൈബിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും കൃത്യമായി കഥകൾ ഉണ്ടായി. നമുക്കറിയാം ഫെബ്രുവരി 20 തീയതി കണ്ണൂരിലെ പട്ടാപ്പകൽ 23 വയസ്സുള്ള ചെറുപ്പക്കാരനെ 2 മണിക്കൂർ വിചാരണ നടത്തി ക്രൂരമായി കൊലപ്പെടുത്തിയത്. ആ കൊലപാതകത്തിനും CPM ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയുണ്ടായിരുന്നു. ആ കഥ അത് കള്ളക്കഥയാണ് എന്ന് അങ്ങനെ ഒരു സമയമേ ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പൊ അതിന്റെ കോടതികളെല്ലാം എന്നിട്ട് ചെറുപ്പക്കാരെ അകാരണമായിട്ട് കൊലപ്പെടുത്തുന്ന രാഷ്ട്രീയപാരമ്പര്യമാണ് CPM-നുള്ളത്. ശുക്കൂറിനെ കൊല്ലാൻ കാരണമുണ്ടാക്കിയിട്ടുണ്ട്. ശുഹൈബിനെ കൊല്ലാൻ കാരണമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലാൻ CPM-കാരുടെ പോലും സാധിച്ചിട്ടില്ല. CPM മറുപടിയാണുള്ളത്. ശുക്കൂറിനെ കൊന്നത് ജയരാജന്റെ കാറ് തടഞ്ഞതുകൊണ്ടാണ് പറയാം. അതേപോലെ തടഞ്ഞു വെച്ചതിന്റെ പേരിലാണ് പറയാം. പക്ഷെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഞ്ചുടിയിലെ കൊലപ്പെടുത്തിയതിന്റെ കാരണം കഴിയുമോ? CPM-ന് പറയാൻ കഴിയുമോ? രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങളികൾക്ക് ഉണ്ടാകും. പക്ഷെ അഞ്ചുടിയിലെ നമുക്കറിയാം പോലീസ് സ്റ്റേഷനിലോ കേരളത്തിലെ
കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു പെറ്റി കേസ് പോലുമില്ലാത്ത ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് സിപിഎം മറുപടി പറയാനിട്ടില്ല. ഞങ്ങൾ പറയുന്നത് ഇതിന് പ്രതികാരം ചെയ്യാൻ അതേപോലെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതാണ് എന്ന് സിപിഎം കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ നേതാവിന്റെ പാരമ്പര്യമുള്ളത് ഞങ്ങളുടെയും നിങ്ങളുടെയും വഴികൾ പ്രതികാര വഴികൾ വ്യത്യസ്തമായതുകൊണ്ടാണ് ആ വഴികളിൽ സഞ്ചരിക്കാൻ ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ദൗർബല്യമായിട്ട് നിങ്ങളോട് ചെയ്യേണ്ടതില്ല. നിങ്ങൾ കരുതുന്നുണ്ടാകാം 5 വർഷത്തിനിടയിൽ ഈ താനൂരിൽ കൊലപാതകങ്ങൾ നടത്തി. ഒരു കൊലപാതകമല്ല താനൂർ തീരത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ മണ്ഡല തീരത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ളത് 2001 ജൂലൈ മാസം 6 തീയതി കമ്മുട്ടകത്ത് സിപിഎം കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളാരും മറന്നുപോയിട്ടില്ല ഇതൊന്നും. ഞങ്ങൾ പറയുന്നത് അങ്ങനെ കൊലപാതകങ്ങൾ നടത്തി ഒരു പ്രദേശത്തിന്റെ ശാന്തത നഷ്ടപ്പെടുത്തുക, എന്നിട്ട് അവിടെ പ്രയാസമുണ്ടാക്കുക, അവിടെ പ്രയാസമുണ്ടാക്കിയിട്ട് പരസ്പരം കൊടുത്തും സഹകരിച്ചും ഇല്ലായ്മയിലും വല്ലായ്മയിലും എല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് ജാതി മറന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് സൗഹൃദത്തോട് ജീവിക്കുന്ന പ്രദേശങ്ങളിലെ ശാന്തത നഷ്ടപ്പെടുത്തുക എന്നുള്ളത് സിപിഎമ്മിന്റെ അജണ്ടയാണ്. ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ സിപിഎം ഓരോ കാലഘട്ടങ്ങളിലും നടത്തും. ഇപ്പോ അവർ എതിരാളികൾ അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് കരുതാകാം. ഇതൊക്കെ ചെയ്തിട്ടും അധികാരികളുടെയും സമ്പത്തിന്റെയും അഹങ്കാരം കൊണ്ട് വീണ്ടും ജയിച്ചു വരുമ്പോ അത് ജനാധിപത്യത്തിന്റെ വിജയമാണ്, ജനാധിപത്യത്തിന്റെ അംഗീകാരമാണ്. ഇത്തരം ആളുകൾ കരുതേണ്ടതില്ല. ഞങ്ങളുടെയും നിങ്ങളുടെയും മാർഗങ്ങളുടെ വ്യത്യാസമാണ്. നിങ്ങൾ പ്രതികരിക്കുന്നത് പോലെ ഞങ്ങൾ പ്രതികരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ കൊലപാതകത്തിന്റെ റൂട്ടിലൂടെ പോകുമ്പോ ആ മാർഗത്തിലൂടെ പോകാൻ യൂത്ത് ലീഗിന് സാധ്യമല്ലാത്തതാണ്. മുസ്ലിം യൂത്ത് ലീഗ് കൃത്യമായിട്ട് പറയുന്നു, ആൾഫലം കൊണ്ടും പാർട്ടി സ്വാധീനം കൊണ്ടും നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് ഏറ്റവും വലിയ സ്വാധീനമുണ്ട്, താനൂരിൽ സ്വാധീനമുണ്ട്. പക്ഷെ ആൾഫലവും പാർട്ടി സ്വാധീനവും മെമ്പർഷിപ്പുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളുള്ള രാഷ്ട്രീയ പാരമ്പര്യവും ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങൾക്ക് കാണിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വളരെ മാന്യമായിട്ട് ഇത്തരം ഘട്ടങ്ങളിൽ പ്രതികരിക്കുകയും വളരെ പക്വമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാനും മുസ്ലിം യൂത്ത് ലീഗിനും ഞങ്ങളുടെ മാതൃസംഘടനക്കും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളും അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രതികാരം എന്ന് പറയുന്നത് അടിച്ചാൽ തിരിച്ചടിക്കലുമല്ല, മധുര പ്രതികാരം കൊടുത്തുകൊണ്ട് തന്നെ മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരം അക്രമരാഷ്ട്രീയത്തിനെതിരെ ശക്തമായിട്ട് നിലയുറപ്പിക്കുമെന്ന് പറയുകയാണ്. ആരെയും ഭയപ്പെട്ടല്ല, ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ഈ നാടിന്റെ സമാധാനം നഷ്ടപ്പെടരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കലാപമുണ്ടാക്കി ഈ തീരത്തും നമ്മുടെ പ്രദേശങ്ങളിലും മനുഷ്യ പരസ്പരം തമ്മിലടിപ്പിച്ച് അതിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന പാരമ്പര്യമില്ലെന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് അഭിമാനത്തോട് കൂടി പറയുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്ഹാഖ് കൊല്ലപ്പെട്ടിട്ട് 2 വർഷം ഇന്നേക്ക് പൂർണ്ണമാവുകയാണ്. അതിന്റെ പേരിൽ ആ ഒരു പ്രദേശത്തോ ഈ നിയോജക മണ്ഡലത്തിന്റെ ഒരു പ്രദേശങ്ങളിലും ഞങ്ങൾ അതുപോലെ എതിരാളികളെയും ചെയ്ത തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ അവരുടെ മാർഗത്തിലോ ഞങ്ങൾ കടന്നു പോയിട്ടില്ല. ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്.
ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം അംഗീകാരമുള്ള മാർഗ്ഗങ്ങളിലല്ലാതെ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും വഴിയും തരുന്നില്ല. അതുകൊണ്ട് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കൊല്ലുന്നതും അതിൽ രാഷ്ട്രീയ വളർച്ച ഉണ്ടാകുന്നതും അവരുടെ താല്പര്യമാണ്. അതിൽ ആസ്വദിക്കുക. എന്നിട്ട് പാർട്ടി വിചാരണ നടത്തുക. എത്ര ചെറുപ്പക്കാരെയാണ് പാർട്ടി കോടതി വിചാരണ നടത്തിയിട്ടാണ് കൊന്നത്. പ്രിയപ്പെട്ട ഷുക്കൂറിനെ കൊന്നതും അങ്ങനെയാണ്. ആ പാർട്ടി കോടതി വിധി തീരുമാനിക്കും. കൊല്ലാൻ വിളിച്ചാൽ പറഞ്ഞ ദിവസം സിപിഎം കൊല്ലും. അതിന് നേതാക്കന്മാർക്കുണ്ടാകും. അങ്ങനെ നേതാക്കന്മാർ ജയിലിൽ കിടന്നയോ നേതാക്കന്മാർ സിപിഎമ്മിനുണ്ടായിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യമല്ല. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിൽ മുസ്ലിം ലീഗിന്റെ ആൾബലവും കൈക്കരുത്തും കാട്ടിക്കൊണ്ട് ഒരു സിപിഎമ്മുകാരന്റെയും രാഷ്ട്രീയ വളർച്ചയ്ക്ക് നമ്മൾ ഇത്തരം അക്രമവഴികളിലൂടെ വിഘാതമുണ്ടാക്കിയിട്ടില്ല. വളരെ ശാന്തമായി വളരെ സന്തോഷത്തോടുകൂടി പ്രതിസന്ധികളിൽ ഈ നാടിന്റെ പാരമ്പര്യമുണ്ടായതുകൊണ്ടാണ് ഈ സമൂഹം നമ്മൾ അംഗീകരിക്കുന്നത്. സാങ്കേതികമായിട്ട് തെരഞ്ഞെടുപ്പ് അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടാക്കും നിങ്ങൾ. അതുപോലെ തന്നെ മറ്റു നിലക്കുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വഴികൾ മാന്യമാണ്. ആ വഴികൾ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകും. ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകും. ഞങ്ങൾ തളർന്നു പോകും. പക്ഷെ ഈ അക്രമങ്ങളൊന്നും താനൂരിന്റെ ഈ സമാധാനത്തെയോ ഞങ്ങളെയോ തകർക്കാൻ ഒരു സാധ്യമല്ല എന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കും. അതുകൊണ്ട് സാങ്കേതികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള വിജയവും മുന്നേറ്റവും വലിയ വിജയമായിട്ട് നമ്മളോട് ഞങ്ങൾ പറയുകയാണ്. ഇത് അവസാനിപ്പിക്കണം. പ്രിയപ്പെട്ട ഇസ്ഹാഖ് ഒരു പ്രദേശത്ത് പോലും അറിയാം. ഇപ്പോഴും നമ്മൾ മനസ്സിലാവാത്തതാണ്. ഇസ്ഹാഖിന് മാർക്ക് ചെയ്തത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആള് മാറിയതാണ് എന്ന് സിപിഎം പറഞ്ഞിട്ടില്ല. പലതവണ പറഞ്ഞിരുന്നു. എന്നിട്ട് അതിന്റെ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ ഇന്നോവയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഫസലിന്റെ ഒരു തൂവാലയെടുത്തുകൊണ്ട് തൊട്ടടുത്ത അമ്പലത്തിന്റെ മുമ്പിൽ പോയിട്ട് അവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമം നടത്തി. ഇവിടെ നമ്മൾ അറിഞ്ഞത് രണ്ടുപേരെയും കൊന്നത് ഫസലിനെ കൊല്ലുന്നവരും അതേപോലെ ചന്ദ്രശേഖരനെ കൊല്ലുന്നതും സിപിഎം എന്നുള്ളതാണ്. ടി.പി. ചന്ദ്രശേഖരനെ വെച്ച് ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിലടിപ്പിച്ച് വർഗീയ കലാപം ഉണ്ടാക്കുക. അതേപോലെ തന്നെ ഫസലിനിട്ട് അങ്ങനെ വർഗീയ കലാപം ഉണ്ടാക്കുക. എത്രയോ ചെറുപ്പക്കാർ എത്രയോ കുടുംബമാണ് അനാഥരായിരിക്കുന്നത്. എത്ര അമ്മമാരാണ് കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നത് കരഞ്ഞുകൊണ്ട് എന്റെ മകനെ സിപിഎം കൊന്നതാണ്, എന്റെ ഭർത്താവിനെ സിപിഎം കൊന്നതാണ്, എന്റെ ഭർത്താവ് 2.5 പതിറ്റാണ്ടുകാലം പാർട്ടിക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്റെ കൊന്നത് സിപിഎം രണ്ടുപേരും പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രയാസപ്പെട്ടവരായിരുന്നു. നമുക്കറിയാം ഷുഹൈബിനെ താഴെ മാത്രം 34 വെടി വെട്ടിയിരുന്നു. ഷുഹൈബിനെ വെട്ടുകൊണ്ട് ഷുഹൈബിനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ആംബുലൻസിലുണ്ടായിരുന്ന ഷുഹൈബ് പറയുന്നുണ്ട്, എന്റെ കാലുമുട്ടിലും മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇനി ഒരിക്കലും ഞാൻ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. എന്റെ കാലുമുട്ടിലും താഴെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പ്രിയപ്പെട്ട ഷുഹൈബ് പറയുന്നില്ലെങ്കിൽ എത്ര ക്രൂരമായിട്ടാണ് സിപിഎം കൊലപാതകങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ശക്തമായിട്ടുള്ള പ്രതിഷേധമായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാകും. പക്ഷെ ഞങ്ങളുടെ പ്രതിഷേധം അക്രമത്തിന്റെ വഴികളാണ്.
അക്രമങ്ങൾ തിരഞ്ഞെടുക്കാറില്ല. ശാന്തമായ വഴികൾ ഞങ്ങൾ തീർത്ത പ്രതിഷേധവും പ്രതികരണവും പറയുന്നത് മാസങ്ങൾ പ്രിയപ്പെട്ട ഇസ്ഹാഖിന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ പുതിയ കമ്മിറ്റിയിലെ ഫൈസൽ ബാബു ഇവിടെയുണ്ട്. അന്നും ഫൈസൽ ബാബു സംസ്ഥാന യൂത്ത് ലീഗ് നേതാവാണ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അന്നൊരു തീരുമാനമെടുത്തു. ഒരു ദിവസം കൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി പ്രവർത്തകരെ സമാഹരിച്ചത് 1 കോടി രൂപയാണ്. താനൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് 11 ലക്ഷം രൂപ കളക്ട് കൊടുത്തു. താനൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 5 ലക്ഷം സമാഹരിച്ചു കൊടുത്തു. അതാണ് സിപിഎം ഞങ്ങളുടെ പ്രതികാരം പറയുന്നത്. നഷ്ടപ്പെട്ടവന്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടവരെ ആശ്വാസമാക്കുക, നഷ്ടപ്പെട്ട കുടുംബം ആശ്വസിപ്പിക്കുക, അവരുടെ ചേർക്കുക എന്നല്ലാതെ മറ്റൊരു പ്രതികാരമില്ല. പിന്നെ സിപിഎം കരുതിയിട്ടുണ്ടാകാം അങ്ങനെ നഷ്ടമായാൽ ആ നഷ്ടത്തിന്റെ പേരിൽ ഉപയോഗപ്പെടുത്തി ഈ തീരത്ത് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കാനാണ് ആഗ്രഹിച്ചതെങ്കിൽ ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചത്, നിങ്ങളുടെ നേതാക്കൾ പഠിപ്പിച്ചത് നഷ്ടമുണ്ടാക്കിയാൽ നഷ്ടങ്ങൾ ഉണ്ടാക്കാമെന്നാണ് ഞങ്ങളുടെ നേതാക്കൾ പഠിപ്പിച്ചത്. ഒരു നഷ്ടമായാൽ ആ നഷ്ടത്തിൽ അവസാനിക്കണം. ഇനി നഷ്ടമുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത്. ആ ഒരു മാർഗമാണ് ഞങ്ങളുടെ മാർഗം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർ ഇവിടെ സംസാരിക്കാനുണ്ട്. നമ്മുടെ ഇസ്ഹാഖിന്റെ രണ്ടാം അനുസ്മരണ പരിപാടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ കെ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ അനുസ്മരണ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം ഇന്നലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി മുസ്ലിം യൂത്ത് ലീഗിന് സംസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ തങ്ങളും പി കെ ഫിറോസ് സാഹിബും തുടരണമെന്നാണ് സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചത്. പ്രിയങ്കരനായ പി കെ ഫിറോസ് സാഹിബ് അഞ്ചുടിയിലെ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മളോട് കൂടെ നിന്ന് എല്ലാ നിലയിലും താനൂരിലെ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്കൊക്കെ കരുത്തു പകർന്നുകൊണ്ട് നമ്മളോട് ചേർന്ന് നിന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ പി കെ ഫിറോസ് സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ആർ സാഹിബ് അദ്ദേഹം നമ്മുടെ പരിപാടിയിലെത്തും. താനൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആദരണീയനായ കെ എൻ മുത്തുക്കോയ തങ്ങളെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താനൂരിന്റെ തീരത്ത് പ്രതിസന്ധിയുടെ കാലങ്ങളിലെല്ലാം വളരെ പക്വമായി നമുക്ക് നേതൃത്വം നൽകുകയും നമുക്കൊരുത്തായി നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ എം പി അഷ്റഫ് സാഹിബിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം
നമ്മുടെ കൂടെ നിന്ന് അത് ഇസ്ഹാഖ് കൊല്ലപ്പെട്ട സമയത്തും താനൂരിന്റെ പ്രദേശത്ത് CPM അക്രമം നടത്തിയ സാഹചര്യങ്ങളിലെല്ലാം മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കൃത്യമായി ഇടപെടുകയും അന്ന് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നേതൃത്വം നൽകിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ആദരണീയനായ ഫൈസൽ ബാബങ്ങളെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ മോര്യ, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായ ആദരണീയനായ ഭാവത്തങ്ങൾ, അഡ്വക്കേറ്റ് പി ഹാരിഫ്, പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പി റഹൂഫ് സാഹിബ്, പ്രിയങ്കരനായ കുഞ്ഞാബ് സാഹിബ്, നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ഹാഖിന്റെ സഹോദരൻ പ്രിയങ്കരനായ നൗഫൽ, ഇസ്ഹാഖിന്റെ എളാപ്പ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ സാഹിബ്, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയും നരമനന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുമായ പ്രിയങ്കരനായ ഇസ്മായിൽ സാഹിബ് പാട്ടമ്പാട്, MSMന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് തങ്ങൾ, മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി സൈദലി സാഹിബ്, താനൂർ മുനിസിപ്പൽ ചെയർമാൻ പി ശംസുദ്ദീൻ സാഹിബ്, പ്രിയങ്കരനായ MSFന്റെ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നിസാം ഉൾപ്പെടെയുള്ള നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹഭാരവാഹികൾ, താനൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഒരുക്കിക്കുന്ന മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് AM യൂസഫ് സാഹിബും അൻവർ സാഹിബും അവരുടെ സഹപ്രവർത്തകരും അവരെല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ അനുസ്മരണ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട പാർട്ടിയുടെ പ്രവർത്തകർ, നേതാക്കന്മാരെ, കാരണവന്മാരെ, വൈറ്റ് കാർഡിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവരെയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇസ്ഹാഖ് അനുസ്മരണ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ആദരണീയനായ ഉമർ അലി തങ്ങളെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സംസ്ഥാന ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ആദരണീയനായ ഹംസായി സാഹിബ്, സംസ്ഥാന മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ആദരണീയനായ തങ്ങൾ, നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങൾ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ഹാഖ് നമ്മോട് വിട പറഞ്ഞിട്ട് 2 വർഷം പൂർത്തിയാവുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം ജനനന്മക്കും നാടിന്റെ പുരോഗതിക്കും വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന വസ്തുത ചില ആളുകൾ
മറന്നുകൊണ്ട് അത് അക്രമത്തിനും നാടിന്റെ സ്വൈര വ്യവഹാരം തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതൊരു തൊഴിലാക്കി മാറ്റിയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ നടത്തിയിട്ടുള്ള ഇവിടെ കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കൊക്കെ അറിയാം. അതിന്റെ ഒരു ഇരയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ഹാക്കിനെ നമ്മൾ ഓർക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് പാർട്ടി ഇസ്ഹാക്കിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുടുംബത്തിന് ഒരു നിരാശാബോധം വരാത്ത വിധത്തിൽ ആ കുടുംബത്തിന് എന്നും പാർട്ടി തണലായുണ്ട്, താങ്ങലുമായി പ്രിയപ്പെട്ട വിശ്വസിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന പാർട്ടിയുണ്ട് എന്ന ഒരു ബോധം ആ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് മനോഹരമായ വീടും അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ട് എന്നും പാർട്ടി നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് അവരുടെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ടാണ് അതിനെ ഈ പാർട്ടി അധികാരം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഇസ്ഹാക്കിനെ ഓർക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി കൊടുക്കാനുള്ളത് പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ഇത്തരം ആളുകൾ വളരെ സഹോദര്യത്തോടുകൂടി നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഭാഗം ആളുകൾ ജാതി മത ഭേദമന്യേ വളരെ സഹോദര്യത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അന്തരീക്ഷം തകർത്തുകൊണ്ട് നാട്ടിൽ കലാപങ്ങളും അക്രമങ്ങളും അയച്ചുവിട്ടുകൊണ്ട് നാടിന്റെ സ്വൈര ജീവിതം തകർക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്തിരിയണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഇസ്ഹാക്കിന് നമുക്ക് കൊടുക്കാനുള്ളത് പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ഹാക്കിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇസ്ഹാക്കിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ആദരണീയനായ ബഹുമാന്യനായ കുട്ടി അഹമ്മദ് സാഹിബ് അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉമറലി തങ്ങൾ മണ്ണാരക്കൽ, ഇവിടെ സ്വാഗത പ്രസംഗം നിർവഹിച്ച മുസ്ലിം ലീഗിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ജലീൽ, ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പി കെ ഫിറോസ്, ബഹുമാന്യനായ ഫൈസൽ ബാഫക്കി തങ്ങൾ, ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന പി എ റഷീദ്, മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റായ ബഹുമാന്യനായ കെ എൻ മുത്തുക്കോയ തങ്ങൾ, മണ്ഡലം ജനറൽ സെക്രട്ടറി അഷ്റഫ്, റഷീദ് മോരിയ, ബാവ തങ്ങൾ, അഡ്വക്കേറ്റ് പി ആരിഫ്, അഡ്വക്കേറ്റ് പി റൌഫ്, ഇ പി കുഞ്ഞാവ, ഇസ്ഹാഖിന്റെ സഹോദരൻ നൗഫൽ,
ഇസ്ഹാഖിന്റെ എളാപ്പ അബ്ദുൽ ഖാദർ, ഹക്കീം തങ്ങൾ, എം യൂസഫ്, അൻവർ മാസ്റ്റർ, അഡ്വക്കേറ്റ് കെ ടി സൈദർവി, പി ശംസുദ്ദീൻ, ഇസ്മായിൽ നിറമരുദൂര്, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, ഇവിടെ എത്തിച്ചേർന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, നേതാക്കന്മാരെ, കാരണവന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ഹാഖിന്റെ രണ്ടാം വാർഷിക ചരമദിനമാണിത്. ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല ഇസ്ഹാഖിനെ ദാരുണമായി കൊലപ്പെടുത്തിയത്. ഞങ്ങളുടെ മനസ്സിൽ ഇന്നും വേദന തടഞ്ഞിട്ട് നിൽക്കുകയാണ്. വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഏറെ സങ്കടമുള്ള ഒരു കാര്യമായി ഇസ്ഹാഖിന്റെ വേർപാട്. യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ നിഷ്കരണം ഇസ്ഹാഖെന്ന നിഷ്കളങ്കനായ ചെറുപ്പക്കാരനെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കൊലപ്പെടുത്തി. ഇവിടെ പലരും കാണിച്ചതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏർപ്പാട് തന്നെയാണ് കൊല്ലലും അക്രമവും. എത്ര ആളെയാണ് ഇവർ കൊന്നത്? ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? നാട്ടിലെ ജനങ്ങളെ, ഞങ്ങളല്ലാത്ത നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം മാർക്സിസ്റ്റ് പാർട്ടിയെ. 1980 അധികാരത്തിൽ വന്നപ്പോൾ സുഗതകുമാരി ടീച്ചർ, കവിയായിരുന്നു സുഗതകുമാരി ടീച്ചർ, കവിത എഴുതി തലശ്ശേരി എന്നതിനെ തലശ്ശേരി എന്നാക്കണമെന്ന് ഗോളടിക്കുന്ന മാതിരിയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ നടത്തിയത്. വല്ല ദയയും വല്ല സാഹോദര്യ ഭാവഭാവവും മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കുണ്ടോ? എത്ര ആളുകളെ കൊന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ഷുഹൈബിനെ, പേരിയയിലെ 2 ചെറുപ്പക്കാരെ, സത്യത്തില് ഇവര് കൊന്ന ആളുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മുടെ ഇസ്ഹാഖിനെ കൊന്നപ്പോൾ നമ്മൾ സംയമനം പാലിച്ചു, പ്രതികാരം ചെയ്തില്ല. അത് നമ്മുടെ പതിവല്ല. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ജീവന് ജീവൻ എന്ന സമീപനം മുസ്ലിം ലീഗിന്റെ നയമല്ല. വളരെ സംയമനത്തോടു കൂടി ആ സംഭവത്തെ ഞങ്ങൾ സമീപിച്ചു. ഞാൻ ഇസ്ഹാഖിന്റെ കുടുംബത്തെയും അഞ്ചുവീരെ പ്രവർത്തകരെയും അറിഞ്ഞ് അഭിനയിക്കുകയാണ്. വേദന കടിച്ചമർത്തിക്കൊണ്ട് ഈ വേർപാട് സഹിച്ച് ഒരു പ്രലോഭനവും സൃഷ്ടിക്കാതെ അവിടെ സമാധാനം പുലർത്തിയതിന് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങൾ എങ്ങനെയാണ് ഇസ്ഹാഖിന്റെ കൊലപാതകത്തെ നേരിട്ടത്? ഇവിടെ പറഞ്ഞു അംഗബലത്തില് താനൂരിലും മലപ്പുറം ജില്ലയിലും മാർക്സിസ്റ്റ് പാർട്ടി ഞങ്ങളെ കവച്ചു വെക്കാൻ കഴിയില്ല. അപ്പക്കപ്പം പ്രതികാരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങള് വീരത്വമല്ല, പക്ഷെ ഞങ്ങളുടെ സമീപനം അതല്ല. ഞങ്ങൾ നേരിട്ടത് നിയമത്തിന്റെ മാർഗമാണ്. ഞങ്ങൾ പ്രതിഷേധിച്ചു. ഞങ്ങളുടെ പ്രതിഷേധം അതിന് വിട്ടില്ല, അക്രമത്തിലേക്ക് പോയില്ല. അതും ഞങ്ങളല്ലാത്ത നാട്ടുകാരും മനസ്സിലാക്കണം. ഇവിടെ ഈ ശബ്ദം കേൾക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാര്, രാഷ്ട്രീയമില്ലാത്തവര് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മുസ്ലിം യൂത്ത് ലീഗ് ഫിറോസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാന്യനായ ഇവിടെ സന്നിഹിതനായ ഫൈസൽ ബാഫിക്കടക്കമുള്ള ആളുകളെ മുനവറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ചെയ്തത് ആ കുടുംബത്തെ പരമാവധി സഹായിക്കാനാണ്.
പടച്ചവന്റെ അനുഗ്രഹത്താൽ അത് ഞങ്ങൾ വിജയിച്ചു. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനാണ് ഒരുപാടുണ്ട്. അവരുടെ ഉത്ഭവം തന്നെ അക്രമമാണ്. അവര് ഭരിച്ച രാജ്യങ്ങളിലെല്ലാം തന്നെ എത്ര ആളുകളെയാണ് കൊന്നൊടുക്കിയത്. ലെനിന്റെ കൂടെ സെക്രട്ടറിയേറ്റിലുണ്ടായിരുന്ന എല്ലാ ആളുകളെയും തന്നെ കൊന്നൊടുക്കിയ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത്. സ്റ്റാലിൻ മാത്രമേ ബാക്കിയായുള്ളൂ. അന്ന് ആളുകൾക്കെല്ലാം സോവിയറ്റ് റഷ്യയിൽ പേടിയായിരുന്നു. കവികൾ സാഹിത്യകാരന്മാർക്ക് അന്ന അഹമ്മദോവ എന്ന കവിയത്രി അവരുടെ പ്രശസ്തമായ ഒരു വചനമുണ്ട്. ഞങ്ങളുടെ മേലെ മൃത്യുവിന്റെ നക്ഷത്രം ഉയർന്നു നിൽക്കുന്നു എന്ന്. അപ്പൊ ഇവര് ഭരണത്തിൽ വന്നാൽ നാട്ടിൽ സ്വസ്ഥത നശിക്കും. ഇപ്പൊ രണ്ടാം തവണ ഭരണത്തിൽ വന്നത് ഇവരുടെ വിജയമാണോ? എങ്ങനെയാ ഭരണത്തിൽ വന്നത്? ആളുകള് ഇവിടുത്തെ ജനം സർവാത്മന പിന്തുണച്ചിട്ടാണോ? സാധാരണ ചില ടീമുകള് ഫൗള് കളിച്ച് ജയിക്കലുണ്ട്. ഇവിടെ ജയിച്ചത് ബിജെപിക്കാരെ വോട്ട് വാങ്ങി, മറ്റ് തീവ്രവാദ പ്രസ്ഥാനക്കാരുടെ വോട്ട് വാങ്ങി. മാത്രമല്ല പരസ്യം മുഖേന ജനങ്ങളെ കബളിപ്പിച്ചു. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചെലവാകുന്ന സോപ്പ് പരസ്യം മൂലം നല്ല സോപ്പല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സിനിമ നല്ല സിനിമയല്ല, കാരണം പരസ്യത്തില്. അതുകൊണ്ട് കള്ള പരസ്യങ്ങൾ നടത്തി ആളുകളെ കബളിപ്പിച്ച് ജയിച്ചതാണ് പിണറായി. പിണറായിയുടെ രണ്ടാം വരവില് അധികമൊന്നും ആഘോഷിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കില്ല എന്ന വസ്തുത വിവരമുള്ളവർക്കറിയാം. പക്ഷേ അവരാണ് ഭരണത്തില് വളരെയേറെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവല രാഷ്ട്രീയ പ്രവർത്തനമല്ല. ആളുകളെ സഹായിക്കലും ആളുകളുടെ വേണ്ട ഉപകാരങ്ങൾ ചെയ്യുമാണ്. അത് മുസ്ലിം ലീഗ് ആകട്ടെ, മുസ്ലിം ലീഗ് ആകട്ടെ വളരെ സ്തുത്യാർഹമായി നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഫിറോസ് ഏതാനും നിമിഷത്തിനുള്ളിൽ ഇവിടെ എത്തും. താനൂരിലെ നിസ്സാര കൂട്ടുകൾക്ക് ഫിറോസ് തോറ്റുപോയി. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്ന പോലെ അദ്ദേഹം അസംബ്ലിയില്ല എന്ന് മാത്രമാണ്. രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ ഉജ്ജ്വലതാരമായി ഫിറോസ് തിളങ്ങുക തന്നെ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ബഹുമാന്യനായ പക്വതയുടെ പ്രതീകമായ മുനവർ തങ്ങളും കർമ്മകുശലനായ ഫിറോസ് തന്നെയാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ കാലത്ത് സുഖ്യാർഹമായ രീതിയിൽ അവർ ഈ സംഘടനയെ നയിച്ചു. അതുകൊണ്ടാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവർ രണ്ടാളുടെയും നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് വളരെ കർമ്മകുശലതയോടുകൂടി കർമ്മോന്മുഖതയോടുകൂടി മുസ്ലിം യുവജനങ്ങളെ നയിക്കുമെന്ന കാര്യം തീർച്ചയാണ്. മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ ചെയ്ത സഹായത്തിന് ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. ഫിറോസിനെ ഇല്ലാത്തത് കൊണ്ട് ഫിറോസിനോട് പറയണമെന്ന് ഞാൻ ബാഫക്കി തങ്ങളെ ഏർപ്പാട് ചെയ്യുകയാണ്. ബാഫക്കി തങ്ങൾ പൊന്നാനിയല്ല, താനൂരുമായ നല്ല ബന്ധമുള്ള ആളാണ്. ഉമർ ബാഫക്കി തങ്ങളൊക്കെ താനൂരിൽ നിന്ന്
ദീർഘകാലം MLA ആയിരുന്നു. അവരുടെയൊക്കെ ഇവിടെ സ്ഥിരമായി വരുന്ന ഒരു വീടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ബാപ്പുജി തങ്ങൾ ഫിറോസിനോടും മുനവ്വർ തങ്ങളോടും പറയണം, ഞങ്ങൾക്ക് പാവപ്പെട്ട നിഷ്കളങ്കനായ ഇസ്ഹാഖിന്റെ കുടുംബത്തിന് ചെയ്ത സഹായത്തിന് ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട് എന്ന കാര്യം ജലീലും ബാപ്പുജി തങ്ങളും മറ്റ് ലീഗിന്റെ ഭാരവാഹികളും അറിയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഇനിയും രാഷ്ട്രീയം മുന്നോട്ട് പോകും. മുസ്ലിം ലീഗിനെ തളർത്താൻ ഒരു ശക്തിക്കും ഇവിടെ താനൂരിൽ സാധ്യമല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു ഇസ്ഹാഖിനെ കൊന്നാൽ ഇവിടെ താനൂരിലെ മുസ്ലിം ലീഗ് അങ്ങ് നശിച്ചു പോകുമെന്നോ? എന്താ നിങ്ങളുടെ വിചാരം? ഇവിടെ കോർമങ്കടപ്പുറത്ത് ഒട്ടുംപുറത്ത് സ്ഥിരമായി കുറെ അക്രമങ്ങൾ നടത്തി. നിങ്ങൾ നമ്മുടെ അഷഫിന്റെ ഭാഗത്താണ് അക്രമങ്ങൾ നടത്തിയത്. എന്നിട്ട് ഒരു അക്രമത്തില് KR ബേക്കറി ആരോ പൊട്ടിച്ചു. നമ്മുടെ മന്ത്രിസ്ഥാനത്ത് പുറത്തു പോയ ജലീലുണ്ടല്ലോ, ആ ജലീൽ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ KR ബേക്കറിയെ ഞാൻ ചിരിച്ച് ആളുകളുടെ എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത കാശ്, ആ കാശ് കൊണ്ട് KR ബേക്കറി റിപ്പയർ ചെയ്യും. ഞാൻ ജലീലിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളത് ജലീലിനോട് എഴുതി തന്നെ ചോദിക്കുകയാണ്. പലരും സംഖ്യ വാഗ്ദാനം ചെയ്തു. ആ സംഖ്യയൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇവിടെ വന്നുകൊണ്ടാണ് പറഞ്ഞത്, മുസ്ലിം ലീഗുകാര് നശിപ്പിച്ച KR ബേക്കറി അതിന്റെ നഷ്ടപരിഹാരം അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് ഞാൻ അബ്ദുറഹിമാൻ അൻവറൊക്കെ കൂടിയിട്ട് അപ്പൊ തന്നെ സംഖ്യയും പറഞ്ഞു. ആ സംഖ്യ എവിടെ? ജലീലൊക്കെ എടുത്തോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജലീൽ ആദ്യ ആളാണ്, ചോദിക്കുന്നതിൽ യാതൊരു വിരോധമില്ല. എന്റെ സുഹൃത്തൊക്കെയായിരുന്നു ലീഗിന്റെ ആളാകുന്നു. അന്ന് നന്മയുണ്ടായിരുന്നു. പിന്നെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാ നന്മയും പോയി. അപ്പൊ ജലീല് ഇവിടെ വന്ന് ചോദിച്ചാൽ ഇത് പൊട്ടിച്ച് അഷഫ ആരാ പൊട്ടിച്ച്? ആരാ പൊട്ടിച്ച്? ലീഗാരാ? CPM-കാര്. എന്നിട്ട് മുസ്ലിം ലീഗുകാര് പൊട്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതിന് പൈസ ആ പിരിച്ച പൈസ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് KR ബേക്കറിക്കാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പോയി വാങ്ങി കൊടുക്കണം. ഇത് ഇത്തരത്തിലുള്ള സമീപനമായിട്ടാണ് അവർ നടക്കുന്നത്. പിന്നെ കേരളത്തിന്റെ ഭരണത്തിലേക്ക് ആദ്യ കാലഘട്ടത്തിൽ തുടങ്ങിയത് നമ്മുടെ നേതാക്കന്മാർ പലരും പറഞ്ഞു, കേരളത്തിനെ പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. സ്പ്രിംഗ്ലർ, ബ്രൂവറി ഇതെല്ലാം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചപ്പോൾ അതിൽ നിന്നെല്ലാം പിൻവാങ്ങി. ഇപ്പം നടത്തുന്ന അഴിമതികളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇപ്പോൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൊട്ടേഷൻ സംഘങ്ങളെ വെച്ച് സ്വർണ്ണക്കള്ളം നടത്തുന്നത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഉണ്ടാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. കൊട്ടേഷൻ ടീം അവർക്കുണ്ട്. അത് കൂടാതെ പുറത്തു നിന്നുള്ള കൊട്ടേഷൻകാരെ അവർ ചേർത്ത് എന്നിട്ട് അവർ സ്വർണ്ണക്കള്ളം നടത്തുകയാണ്. ജയിലിൽ അതിനുള്ള സഹായങ്ങള് ജയിലർമാർ ചെയ്തു കൊടുക്കുകയാണ്. ഇത്രയധികം നികൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഇവരാണല്ലോ ഭരണത്തിൽ എന്നോർത്ത് ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്. ഇന്നത്തെ കേരളത്തിലെ ജനതയ്ക്ക് അത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവര് കേരളത്തെ എവിടെ എത്തിക്കുമെന്നോർത്ത് നമ്മൾ പേടിക്കുകയാണ്. കേരളത്തിന്റെ തീരപ്രദേശം കഴിഞ്ഞ 5 വർഷം ഭരിച്ചിട്ട് തീരപ്രദേശത്ത് ഒരു വികസനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല. കടല് വിൽക്കാൻ നോക്കി.
പിടിച്ച് അതിന് മാറേണ്ടി വന്നു. അതുപോലെ അവർക്കാർക്കും തന്നെ തീരപ്രദേശത്തെ ആ ഭരണകൂടത്തിന് തീരപ്രദേശത്തെ ജനങ്ങളുടെ ഒരു പരാതിയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അവർ വിചാരിക്കുന്നുണ്ട് വ്യക്തിഗത ആനുകൂല്യങ്ങള് അവർക്ക് മാത്രം നൽകിയിട്ട് ഇവിടെ പാർട്ടി വളർത്താമെന്ന്. അത് നിങ്ങളെ വ്യാമോഹമാണ്, അത് ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങള് പല നിലക്കും പല തരത്തിലുള്ള പക്ഷപാതങ്ങൾ നടത്തുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ആൾക്കാർ മാത്രം കയറ്റുന്നുണ്ട്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങള് അവർക്ക് ക്ഷേമനിധി ബോർഡില് അംഗത്വം നിഷേധിക്കാൻ നിഷേധിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല, ഒരുപാട് പേര് ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് ഇസ്ഹാഖിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. ഇസ്ഹാഖിന് സർവശക്തനായ അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ഖബറിടം സുഖകരമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന നല്ല ശ്രമങ്ങള് നാട്ടിൽ സമാധാനം ഉണ്ടാക്കട്ടെ. ഈ നാട്ടിൽ ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സമ്മേളനം ഉദ്ഘാടനമായി അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ബഹുമാനപ്പെട്ട ഫൈസൽ ബാബു. അതേപോലെ തന്നെ ഈ യോഗാനം ചെയ്ത കുട്ടിയുണ്ടി സാഹിബ്, ജലീൽ, എൻ്റെ സുഹൃത്ത്, കുടുംബവുമായ തങ്ങൾ, അഷ്റഫ് ജില്ലാ ലീഗിൻ്റെ എൻ്റെ പ്രിയ സാഹിബ്, അഷ്റഫ് മറ്റു മണ്ഡലം മുസ്ലിം ലീഗിൻ്റെയും MSMൻ്റെയും KMC നേതാക്കളെ നമ്മളിന്ന് അഞ്ചുടിയിലെ ഇസ്ഹാഖിന്റെ വേർപാടിന്റെ 8ാം വർഷം ഇവിടെ സ്മരിക്കപ്പെടുകയാണ്. ഓരോ ദിവസവും കേരളത്തില് CPM-ന്റെ മരണപ്പെട്ട പല മരണങ്ങൾ ഓരോ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പല മേഖലയിലായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ ഇഷ്ടമില്ലാത്ത ആളുകളെയൊക്കെ കൊന്നു തള്ളുന്ന ഒരു പ്രവണത കേരളത്തിൽ നേതൃത്വത്തിൽ മൊത്തമായി നടന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇസ്ഹാഖിന്റെ മരിച്ച ദിവസം നമുക്കറിയാം. അന്ന് തിരൂരിലേക്ക് ഇസ്ഹാഖിന്റെ കൊണ്ടുവന്നപ്പോൾ ആ ഹോസ്പിറ്റലിൽ ആളുകൾ കൂടിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇസ്ഹാഖിന്റെ ജനാസ ആ മദ്രസയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ കൂടിയ ഒരു വലിയ ജനാവലി നമ്മളെല്ലാവരും കണ്ടതാണ്. നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അവിടെ ആയിരങ്ങൾ അങ്ങോട്ടും ചോദിക്കുകയുണ്ടായി, എന്തിനു വേണ്ടിയാണ് ഇസ്ഹാഖിനെ കൊന്നത്, എന്താണ് ഇസ്ഹാഖ് ഈ പാർട്ടിയോട് CPM-നോട് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിദ്വേഷം ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ആ ജനാസ മണിക്കൂറുകളോളം ആളുകളുടെ കാണുവാൻ വേണ്ടിയിട്ട് ഖബറടക്കമായപ്പോൾ കുറെ ആളുകൾ കാണാൻ പറ്റാതെ നമ്മളാ കൂടി പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. അന്ന് നമ്മളെല്ലാ നേതാവും അവിടെയുണ്ട്. ശരീരം ആ മദ്രസയിൽ കടത്തിയ സമയത്ത് രണ്ട് ചെറിയ കുട്ടികൾ അവരുടെ കുടുംബത്തിലെ കുട്ടികൾ ഞാൻ ശരീരം ദേഹത്തെ കൈവച്ച് അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ആ രണ്ട് കുട്ടികൾ വന്നിട്ട് ഈ കൊണ്ട് ഒരുപാട് തവണ വീട്ടുമ്പോൾ ആ കൂടി നിന്ന ആളുകളുടെ കണ്ണീര് എല്ലാവരും കണ്ടതാണ്. ഇന്നും കുട്ടികളുടെ വാക്ക് ആ കുട്ടികളുടെ വിളി നമ്മളുടെ ചെവിടുകളിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. ഞാനെന്തൊരു മരണവുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ പോകുമ്പോൾ അതിനെ തൊട്ടടുത്ത് കാണാം. എന്നെ രണ്ട് മൂന്ന് ആളുകൾ കുട്ടികൾ ആരാണ് എനിക്കതിന് മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോ ഇങ്ങനെ കുട്ടികൾ കരയുന്ന ഒരുപാട് ബോഡികൾ ഒരുപാട് മയ്യത്തുകൾ CPM-ന്റെ ആളുകൾ ഈ നാട്ടിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. എത്രയോ ആളുകൾ നമ്മൾ കണ്ടതാണ്. TPA കൊന്നപ്പോൾ അച്യുതാനന്ദൻ ലീഗിന്റെയും UDF-ന്റെയും ആളുകൾ അതിനു മുമ്പ് ഈ കൊല ചെയ്തത് കൊണ്ട് അവിടെ സഖാവ് അച്യുതാനന്ദനാണ്. അച്യുതാനന്ദൻ TPയുടെ ഭാര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്റെ വിഷമം പങ്കുവെക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. തൊട്ട് താഴത്തുള്ള എല്ലാ സഖാക്കളും അച്യുതാനന്ദനോട് പറഞ്ഞപ്പോഴും ആ ചെയ്ത ആടത്തരം തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അച്യുതാനന്ദൻ പോയത്. ഇപ്പോ ഈ താനൂരിലും ഇതിനു മുമ്പും ഒരുപാട് കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയൊരു കലാപം ഉണ്ടാക്കി നമ്മളൊരു ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുമ്പോ ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുമ്പോ നമ്മൾക്ക് ഒരു ഒന്നുമില്ല. ഏത് ഭാഗത്തും നമ്മളെ അറിയാൻ ആളുകൾ മറ്റൊരു ഭാഗം പോലീസിന്റെ സപ്പോർട്ടോടുകൂടി പോലീസിന്റെ ഒരു നാടകത്തിലൂടെ വീടുകൾ കൊള്ളയടിക്കുക. എത്ര വീടുകളാണ് ഇടിച്ചിട്ടുള്ളത്? എത്ര വീടുകൾ ഓരോ സാധനങ്ങൾ എടുത്തു പോയി. സത്യം പറഞ്ഞ ചെറിയ ഇത്ര പാർട്ടിയാണോ? ഇത്രമാത്രം ആ ഓരോ സാധനം അതേപോലെ ഇവരുടെ പട്ടിണി കലാപങ്ങളും നടക്കുന്നത്. അതിലൂടെ പാർട്ടിയെ വളയാണെന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം കൊള്ളയടിച്ചു കൊണ്ടുവന്ന സാഹചര്യം എത്ര മോശത്തരമാണ്. ഇപ്പോ നിങ്ങൾ രണ്ട് ദിവസം CPM UDF-നെതിരെ ശക്തമായി CPI-ക്കെതിരെയാണ്. ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ലീഗിന്റെ കൊടിന്റെ അടുത്ത് ശരിക്കും ആ പിണറായി ആളുകൾ പ്രതിഷേധം നടത്തുന്നതാണെന്ന് പറയാനുള്ളത്. എന്താണ് ആ
എത്ര മോശമായി പറയാൻ പറ്റുമോ? വളരെ വളരെ മോശമായിട്ടല്ലേ നേതാക്കളോട് ഡിവൈഎഫ്ഐന്റെയും കുട്ടി സഖാക്കൾ പെരുമാറിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു സിപിഐന്റെ നേതാവ് അതിനെതിരെ പറയാൻ പറ്റൂല. കാരണം പാർട്ടിയുടെ ആദർശവും പാർട്ടിയുടെ എല്ലാ സംഗതികളും ഇന്ന് പിണറായി വെച്ചിരിക്കുകയാണ്. ഒരു അടിയാനുള്ള പാർട്ടി സംവിധാനം മാറിക്കുകയാണ്. താനൂരിലെ ഒരു നേതാവിന് എന്ന് കരുതി ഈ താനൂർ കൈക്കലാക്കലാന്നുള്ള തോന്നലോടുകൂടി പിണറായിയുടെ രീതിയിൽ പല പ്രവർത്തനങ്ങളും ഈ ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 9,000 ഇലക്ഷനിൽ തോൽവി സാധാരണയാണ്. പക്ഷേ തോറ്റ ജനങ്ങൾ അടിച്ചമർത്താനുള്ള രീതിയിൽ പ്രത്യേകിച്ച് താനൂർ പോലെയുള്ള തീരദേശ മേഖലകളിൽ ഇത്രയും സമാധാനപരമായ സാഹചര്യം അവിടെ വോട്ടിന് വേണ്ടി തമ്മി നേടാൻ സാഹചര്യം ഉണ്ടാക്കുക. അതിനെ സ്തുതിപാടി സഖാക്കൾ നടത്തുക. നമുക്കറിയാം അനുസ്മരിക്കുന്ന ഈ ഇസാക്ക് മരിക്കുന്നതിന്റെ കുറച്ച് ദിവസം അവിടെ നമ്മളെ ജയരാജൻ അവിടെ വന്നിരുന്നു. ആ ജയരാജൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൊല്ലുന്നത്. ഇസാക്ക് പള്ളിയിൽ കൊല്ലുന്നത്. ഇവരെ തോളിൽ നടക്കുന്ന ഇവരെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇവരെ ചെയ്താലും ആളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താനൂരിൽ പഠിക്കാറുണ്ട്. ഇനിയും അനുഭവിക്കാൻ കിട്ടുന്നില്ല. ഈ ഇലക്ഷന് ഒരു കോവിഡ് ഒരു പ്രളയം ജയിച്ച ഒരു ഇലക്ഷനാണ് പിണറായി വിജയന്റെ സർക്കാർ. ഭരണ നേട്ടങ്ങൾ പറഞ്ഞു ജയിച്ചിട്ടില്ല. ഭരണത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ജയിച്ചിട്ടില്ല. ജയിച്ചതെന്താണ്? ഇവര് കുറച്ച് 300 കിറ്റ് കിട്ടുമ്പോ 5,000 മറ്റുള്ള വില നമ്മളെ കുടുംബത്തിൽ മേടിക്കുന്ന രീതിയിൽ ആരും അറിയുന്നില്ല. ഇപ്പൊ കിറ്റ് നിർത്തി കഴിഞ്ഞ 2 മാസം എത്ര കേസുകളാണ്. എങ്ങനെ പുറത്തിറങ്ങിയാലും ആളുകൾ പിടിച്ചു വാങ്ങുകയാണ്. എന്താണ് സർക്കാരിന് പണമില്ല എന്ന് കണ്ട് സാധാരണ ജനങ്ങളെ ഇത്രമാത്രം എന്താണ് ഒരു ലക്ഷം കോടിയാണ് ആവശ്യം. ലക്ഷക്കണക്കിന് വീടുകളാണ് പോകുന്നത്. 200 മണി 2 മണിക്കൂർ നമുക്ക് എവിടെ എത്താൻ പറ്റും? കാസർഗോഡ് തിരുവനന്തപുരത്ത് പറ്റും. ആവശ്യമുള്ളത് എന്താണ് ഉദ്ദേശം? ഇത്രമാത്രം കേസുകൾ പിടിച്ചു നടക്കുന്ന ഈ കേരളത്തില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ചെലവാക്കിക്കൊണ്ട് ഈ പദ്ധതി ആരെയാണ് നടപ്പിലാക്കുന്നത്? ഇതിന്റെ പിന്നിലുള്ള വലിയൊരു അഴിമതിയും തന്റെ മനോചിന്തകൾ താല്പര്യവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു താല്പര്യം. തിരുവനന്തപുരത്ത് എത്ര ആളുകളാണ് ഇതില് കോഴിക്കോട്ടേക്ക് പോകുക? ബഹുമാനപ്പെട്ട നമ്മളെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായി ഇന്നലെ തെരഞ്ഞെടുത്ത നിങ്ങളെ താനൂരിന്റെ പ്രതീക്ഷയും പ്രത്യാശയുമായിട്ടുള്ള പ്രിയപ്പെട്ട ഫിറോസ് സാഹിബ് ഇവിടെ അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ കേരള പല മേഖലകളിലും ഇതുപോലുള്ള പാർട്ടി വളർത്തുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇതിലുള്ള പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. പല കേസുകളിലും യൂത്ത് ലീഗിന്റെ മണ്ഡലം കമ്മിറ്റിയിൽപ്പെട്ട ആളുകളും ജില്ലാ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളും ഒക്കെ പ്രശ്നപ്പെട്ട ആളുകളാണ്. ക്രിമിനൽ കേസുകളിൽ കലാപം നടന്ന ആളുകൾ കേസില്ല.
കലാപത്തിന് ആശ്വാസം നൽകാൻ ആളുകൾക്കെതിരെ, വീടുകളിൽ പോയി അവർക്ക് സമാധാനം നൽകാൻ ആളുകൾക്കെതിരെ, ഇവിടുത്തെ ആളുകളുടെ പേരിൽ ക്രിമിനൽ കേസുകൾ അവരെ അങ്ങനെ അടിക്കാമെന്ന് ഈ താനൂരിലെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവര് അതൊക്കെ മൂഢന്മാരുടെ ചിന്തകളിലാണ് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളുടെ കൂടെ നിന്ന് CPM-ന്റെ കടാര കൊല ചെയ്യപ്പെട്ട നേരത്തെ തങ്ങളതുപോലെ പ്രാർത്ഥനകൾ മാത്രമാണ്. അല്ലാഹു അവരെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ ഇന്ന് നമ്മൾ സമൂഹത്തിൽ നിന്ന് പഠിക്കുകയാണ്. ഓരോ വീടുകളിലും ഇന്ന് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഓരോ വീടുകളും പാത്രങ്ങളാണ്. എന്തായാലും അത്രമുള്ള മാരക രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും. മണ്ഡലം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും എവിടെ അതുപോലെ തന്നെ ഉദ്ഘാടകനായ സംസാരിച്ചു. നമുക്ക് ഏറ്റവും വേദന ഒരു ദിനം കൂടിയാണ് ഈ ദിവസം. യോഗം ഏതൊരു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ ആവാത്ത ദിനമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ കൂടിയിരിക്കുന്ന അനുഭവം. 2 വർഷം മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോയ ദാരുണമായാണ് CPM പറയപ്പെടുന്നത്. ഒരു ക്രിമിനൽ കേസിൽ പോലും നാനൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു കേസിൽ പോലും പ്രതിയല്ലാത്ത എന്തിനു കൊന്നു എന്ന് ചോദിച്ചാൽ ഇന്നും CPM അതിന് പറഞ്ഞു. ഒരു നിലക്കും ഒരു പൊതുപ്രവർത്തകൻ എന്തെങ്കിലും ഒരു കേസിലോ അല്ലെങ്കിൽ ഒരു അടിപിടി കേസിലോ പോലും ബന്ധപ്പെടാത്ത ഒരു പച്ചയായ മനുഷ്യനെ വെട്ടി നുറക്കുന്നത് നമുക്കറിയാം. പോലീസിന്റെ ആ സമയത്ത് പിന്നെ മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യത്തിൽ സൂചിപ്പിച്ചതായിട്ടറിയാം. നല്ലത് പറഞ്ഞാൽ നമ്മള് മാരകമായിരുന്നു പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മുതൽ ഒട്ടുംപുറം വരെ കഴിഞ്ഞ 5 വർഷക്കാലം തുടക്കം എന്ന് പറഞ്ഞ പോലെ നിരന്തരമായ ക്രമത്തിൽ ഒരു ഭാഗം ആക്രമിച്ചു എന്നിട്ട് പോലീസിനെ കൊണ്ട് വേട്ടയാടുക എന്നുള്ള പഴയകാല പങ്കാളിത്തമായിരുന്നു. പക്ഷേ യൂത്ത് ലീഗും പാർട്ടിയുടേതായ നേതാക്കന്മാരെല്ലാം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിരന്തരമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഈ മണ്ഡലത്തിലെ കലാകാലം നിയന്ത്രണത്തിലാക്കിയിട്ട് നമുക്കറിയാം തീരദേശ മുസ്ലിം ലീഗിന് ഏറ്റവും ശക്തിയുള്ള ആ തീരദേശത്തെ മുസ്ലിം ലീഗിന്റെ അതിന്റെ
തന്നെയാണ് പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട നേതാക്കളെല്ലാം തീരദേശ മേഖലയിൽ ശാന്തി നിലപാടുകൾ സമാധാനമായാൽ അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ നാട്ടിൽ അവരുടെ ഈ മണ്ഡലത്തിൽ അതിനൊക്കെ മനോഹരമായ അതാണ് ആ സമയത്ത് അന്ന് രാത്രി മനോഹരമായ ആ കുടുംബത്തെ എല്ലാ ആളുകൾക്കും അങ്ങനെ ഒരു മാതൃകാപരമായ ഒരു കൂടലാണ് പാർട്ടിക്കുള്ളത്. തിരിച്ചടിക്കുക അനുവദിക്കുന്ന ഒരു സമുദായവും ഒരു പ്രസ്ഥാനവുമല്ല മുസ്ലിം ലീഗ് എന്ന് പൊതുസമൂഹത്തെയും പ്രവർത്തനങ്ങൾ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു രക്തസാക്ഷി ആചരിച്ച അതിന് അതുപോലെ നാളെ കോടതി പിന്നെ തെറ്റുകൾ ചെയ്തപ്പോൾ ഈ ചടങ്ങിന് സ്മരണ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി.കെ. സാഹിബിനെ വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. വീണ്ടും കൂടി യൂത്ത് ലീഗിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് മണ്ഡലം യൂത്ത് ലീഗിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. സർവശക്തൻ ഈ പാർട്ടിയെ ധീരമായ മുന്നോട്ട് നയിക്കാൻ എല്ലാവിധ കഴിവും ആമീൻ കൂടി ചെയ്യുന്നു. വളരെ ആദരവോടെ ബഹുമാനപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഉമ്മർ തങ്ങൾ എന്റെ സഹപ്രവർത്തകനും യൂത്ത് ലീഗിന്റെ തങ്ങൾ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് തങ്ങൾ MP ബഷീർ മൗര്യ അവർ തങ്ങൾ കുഞ്ഞാവക്ക നൗഫൽ അബ്ദുൽ ഖാദർ തങ്ങൾ എം യൂസഫ് അൻവർ മാസ്റ്റർ പ്രിൻസിപ്പൽ ചെയർമാൻ മണ്ഡലം ലീഗിന്റെ ജനറൽ സെക്രട്ടറി VK ജലീലടക്കം ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട പാർട്ടിക്കാരെ സഹപ്രവർത്തകരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി പുതുതായി ഇന്നലെ നടക്കുന്ന യൂത്ത് ലീഗിന്റെ ആദ്യത്തെ പരിപാടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. 2 വർഷം മുമ്പ് ഇതുപോലെ ഒരു ദിവസം നമ്മെ ഏവരെയും വേദനിപ്പിച്ചുകൊണ്ട് അതിദാരുണമായി കൊല്ലപ്പെട്ട അഞ്ചുടിയുടെ സാക്കിന്റെ
അനുസ്മരണ പരിപാടിയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആ സംഭവത്തെ സംബന്ധിച്ച് എനിക്ക് സംസാരിച്ചവരൊക്കെ ഇവിടെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ മുത്തുക്കോയ തങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നമ്മൾ ഓൺലൈൻ വഴി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യം പരിസരങ്ങളിലെയും ഒക്കെ പാർട്ടി പ്രവർത്തകരെ ആത്മാർത്ഥമായി കാരണം ഇസാഖ് കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായും കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ വൈകാരികമായ പ്രതികരണങ്ങൾ ഉണ്ടാകും. എന്നാൽ പാർട്ടി നേതൃത്വം ഈ നാടിന് തകർക്കരുത് പറഞ്ഞപ്പോൾ അത് അക്ഷരം പ്രതിയാച്ചുകൊണ്ട് ഈ നാടിന് മുഖ്യം കരുതി ഈ നാട്ടിൽ നമ്മുടെ സഹപ്രവർത്തകരാണ്. ആ സഹപ്രവർത്തകരാണ് തീർച്ചയായും മാതൃക എന്ന അവസരത്തിൽ ഞാൻ അഭിമാനത്തോടെ ഇസാഖ് കൊല്ലപ്പെട്ടപ്പോൾ വൈകാരികമായ കലാപത്തിനായിരുന്നില്ല ആഹ്വാനം ചെയ്തത്. സമീപകാലത്ത് കോടതി വിധി വന്നത് നമ്മൾ മറന്നു പോയിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലുള്ള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ കോടതി ഒരു മണി വിചാരണ കൊലപ്പെടുത്തിയപ്പോ എന്തായിരുന്നു ആസ്ഥാനമാക്കി കാരണമായി പാർട്ടി നേതൃത്വം പറഞ്ഞത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി ജയരാജനോട് തടഞ്ഞു എന്നതായിരുന്നു. ഇസാഖിനെ ആ കുടുംബത്തെ പാർട്ടി ഏറ്റെടുക്കും. ഇസാഖിന്റെ ഭാര്യ ആ ഉമ്മ ഇസാഖിന്റെ സഹോദരനോടെയുണ്ട്. ഒരാൾ നമ്മൾ സമാധാനം പാലിക്കണം. എന്നാൽ വഴിയിൽ തടഞ്ഞു പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ മണിക്കൂർ വിചാരണ കൊലപ്പെടുത്തിയ സംഭവം നമുക്ക് മറക്കാൻ കഴിയില്ല. രണ്ട് നേതൃത്വം തമ്മിലുള്ള വ്യത്യാസമാണ്. എന്നാൽ എന്താണ് ആ കോടതി പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ജയരാജൻ അത് കള്ളക്കഥയാണ്. ആ കള്ളക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് വിചാരണമായ പ്രവർത്തകരും നിരപരാധികളാണ് ഈ നാട്ടിലെ. പിന്നെ എന്തിനായിരുന്നു അങ്ങനെ ജയരാജന്റെ വണ്ടി ഒരു വഴിയാത്ര തപ്പിയപ്പോ ആ നാട്ടുകാർ ഈ താഴ്നാടിയിൽ ഒരു വഴിയാത്ര ആളുകൾ വന്ന് വഴിയാത്രക്കാരൻ എന്തിന് ആ ഉടനെ വണ്ടിയിൽ ഉടനെ മുതിർന്ന അങ്ങനെ ഒരു രംഗം ശാന്തമാക്കി എല്ലാവരും പോയി. എന്നാൽ ജയരാജൻ പറ്റിയ അവസരം എന്ന് കരുതി
കണ്ണൂർ പോലെയുള്ള കൊട്ടേഷൻ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പാർട്ടിയുടെ മേധാവികളുടെ ആ പാർട്ടിയെ എന്താ സംഭവിക്കുക? അതിന്റെ പ്രതികാരമാണ് തടഞ്ഞു നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ശുക്കൂറിന്റെ നെഞ്ചിലേക്ക് കത്തിയിറക്കുമ്പോ അവിടെ ഇതുപോലെ ആളുണ്ടായിരുന്നു. നാട്ടിൽ മനുഷ്യൻ മൃഗം ഞാൻ ബഷീർ ഉടനെ നേതാക്കന്മാർ യോഗം ചേർന്നു. പറഞ്ഞു ഞങ്ങളൊക്കെ അത് ഈ സമയത്ത് നമ്മൾ ശ്രമിക്കരുത് പറഞ്ഞു. പിറ്റേ ദിവസം ഒരു ചാനൽ കേരള മുഖ്യമന്ത്രി കണ്ണൂർ തെരുവിൽ മഹാനായ കൊലപ്പെടുത്താൻ എന്റെ എന്നാൽ ഈ നാട്ടിൽ ഒരു മരുന്ന് സാധ്യമല്ല. അതാണ് നേതാവ് അതേ ഇപ്പൊ നമ്മൾ മണ്ഡലം കേരളത്തിലെ പ്രഗത്ഭനായ നമ്മൾ നിയോഗിച്ചത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ രണ്ടാമത്തെ കാര്യം നടത്തും. അതിനുവേണ്ടി പണം സ്വരൂപിച്ച് അതിനുവേണ്ടി ഞങ്ങൾക്ക് അഭിഭാഷകൻ മോശമായി പോകാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ അതിനുവേണ്ടി മുഖ്യമന്ത്രി ആ കുടുംബത്തിന് നീതി വാദിക്കുക എന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ
മുസ്ലിം ലീഗ് പാർട്ടി പ്രതികളായിട്ട് കോൺഗ്രസ് കേരളത്തിലെ എന്താ ബിജെപി മറ്റു പാർട്ടികൾ കൊല്ലാൻ വേണ്ടി നടക്കുന്ന രണ്ടേ പാർട്ടികൾ, സിപിഎം മറ്റൊന്നാറ്. കാസർഗോഡ് യൂത്ത് ലീഗാണ് ഞങ്ങൾ പോലീസിന്റെ സയ്യിദ് സമീപിച്ചു. ആ കുടുംബത്തിൽ രണ്ടു നേതാക്കൾ രണ്ടു പാർട്ടികൾ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളുണ്ടായിരുന്നു. ലോക്കൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആരും ദുഃഖമുള്ള കാര്യമാണ് സംബന്ധിച്ചിടത്തോളം. പക്ഷെ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരാള് മരിച്ചുപോയാൽ ഈ നാടിന്റെ മര്യാദയില്ല. ആ മുഖ്യമന്ത്രി സിപിഎമ്മിന്റെ നേതാക്കന്മാർ പോയില്ലേ? മനുഷ്യ മാതൃക എന്നാണ് പ്രതിയായി വിചാരണ ശിക്ഷിക്കപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രി രണ്ടു അപ്പോഴാണ് പരാതി പറഞ്ഞു. രണ്ടു പാർട്ടികൾ ഒരുപാട് പ്രതികളാണ്. രണ്ടാമത്തെ ഈ പാർട്ടി അങ്ങനെ ഈ ഞാനിവിടെ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അന്ന് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എന്താണ്? ശരിയാണോ? ഈ അല്ലെങ്കിൽ എന്താ അഭിമന്യുവിന്റെ
പാർട്ടിക്ക് വലിയ എസ്എഫ്ഐയുടെ അഭിമന്യുവിന്റെ പിടിച്ച പണത്തിൽ 75 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു ഓഫീസ് ഉണ്ടാക്കി. അങ്ങനെയാണ് നമുക്ക് സാധിക്കും. നീതിയാണ്. ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തുക, എന്നിട്ട് പാർട്ടി ഓഫീസ് ഉണ്ടാക്കുക. നമ്മളൊരു നമ്മൾ ചെലവഴിച്ചു. എന്താ കാര്യം? അവർക്ക് എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെടുത്ത് കൃത്യമായ കണക്ക് എത്രയാ കഴിഞ്ഞ വോട്ട് 2014 ഈ നിയോജകമണ്ഡലത്തിൽ വോട്ട് 11,051. 2019 ബിജെപിക്ക് 14,701 വർദ്ധിച്ചു. സ്വാഭാവികമാണ്. 2024 ബിജെപി വോട്ട് എത്രയാ? 10,590. 4,203 വോട്ട് ഇവിടെ പോയി. 2016 മണ്ഡലത്തിൽ ബിജെപി വോട്ട് 11,551 വോട്ട്. 2019 ബിജെപി വോട്ട് ഈ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി വോട്ട് 14,791 വോട്ട് വർദ്ധിച്ചു. കേരളം അപ്പോൾ ബിജെപി വോട്ട് എത്രയാണ്? 14,791. എന്റെ കൂടെ മണ്ഡലത്തിൽ പേര് ഞാൻ എന്തുകൊണ്ട് ഞാൻ പേര് പറയുന്നു? ആ സുഹൃത്തിനോട് പറഞ്ഞത് കണക്കുണ്ട് ഇവിടെ ജയിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും ബിജെപിയുടെ വാങ്ങും എന്ന വിശ്വാസമാണ്. അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്. ബിജെപിയുടെ വാങ്ങും ആ വിശ്വാസമാണ് പാർട്ടി. നമ്മൾ മലപ്പുറത്തെ കോഴിക്കോട്ടേക്ക് നടത്തുമ്പോ പിന്നെ സമരത്തെ ഒറ്റുകൊടുത്തതിന്റെ ഫലമാണ് ഇന്ന് കിട്ടിയ മന്ത്രിസ്ഥാനം. ഒരു സമുദായത്തെ ഒറ്റുകൊടുത്ത് നേട്ടമാണ്. നമ്മളെന്താ ഞാൻ ലീഗിന്റെ ഈ പതാക ഒരു വർഗീയവാദിയുടെ ഇവിടെ പ്രവർത്തിച്ചത്. എനിക്ക്
ഈ വർഗീയവാദിയുടെ ലീഗിന്റെ കൊടി കെട്ടിയിട്ട് എനിക്ക് തല ഉയർത്താൻ സാധിക്കുമായിരുന്നു. ഈ പ്രവർത്തകരുടെ തല ഉയർത്തിയിരിക്കുന്നു. അവരെ വോട്ട് വേണ്ട അത് ഈ അതല്ലേ എന്നിട്ട് ലീഗ് അവരെ പോലീസ് ഭരണം മഹാനായ നമ്മൾ 48 മാർച്ച് 10-ആം തീയതി രൂപീകൃതമായി അധികാരത്തിൽ 967 വരെ എത്ര വർഷം ഏതാണ്ട് 20 വർഷം എന്നിട്ട് അധികാരത്തിൽ അതാണ് മഹാനായ അധികാരം ഒരു കൊടുങ്കാറ്റാണ്. ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ അധികാരമല്ല. ഈ സമുദായത്തെ ഈ സമുദായത്തെ അങ്ങനെ ഈ പതാക നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്റെ ചെറിയ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന തെരഞ്ഞെടുക്കപ്പെട്ട PK ഫിറോസ് സാഹിബിന് മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ആദ്യമായി നിയോജക മണ്ഡലം മുസ്ലിം യൂത്തിന് വേണ്ടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഉമർ അലി മണ്ണാരക്കൽ അവർ ആദരിക്കുന്നു. ഉമർ അലി തങ്ങൾ മണ്ണാരക്കൽ അവർ ഫിറോസ് സാഹിബിനെ ആദരിക്കുന്നു. മുനിസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മാസ്റ്റർ നമ്മുടെ ഇസ്ഹാഖിന്റെ സഹോദരൻ നൗഫൽ ഫിറോസ് സാഹിബിനെ എംഎസ്എഫിന് വേണ്ടി അക്കീം തങ്ങൾ മുനിസിപ്പൽ കമ്മിറ്റിക്ക് വേണ്ടി നിയോജക മണ്ഡലം മുസ്ലിം കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ആദരിക്കും. അടുത്തതായി ജനറൽ സെക്രട്ടറി അഷ്റഫ് സാഹിബ് ഫിറോസ് സാഹിബിനെ ആദരിക്കും. അഡ്വക്കേറ്റ് ഫിറോസ് സാഹിബിനെ ആദരിക്കും.
MSF കമ്മിറ്റി ഷാഹിദ് ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് മുസ്ലിം യൂത്ത് ലീഗ് ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ നമുക്കറിയാം CPM ഇന്നും നമ്മുടെ ഈ ചടങ്ങ് സംസ്ഥാന മുസ്ലിം ലീഗിന്റെ നന്ദിയും കടപ്പാടും ഇവിടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട MP അഷ്റഫ് സാഹിബ് ഈ വേദി കമ്മിറ്റി അതുപോലെ തന്നെ നമ്മോടൊപ്പം ഈ ചടങ്ങിന്റെ ഒറ്റ